Hi friends, I hope all of you are keeping well. Now please subscribe my channel JAF Zone. Yes, we have already discussed the third chapter in the 10th physics, that is electromagnetic induction. Now we are going to the next topic, that is transformer. I think all of you are familiar with the transformer. Am I right? Yes. There is a picture in your textbook. There is a picture in your textbook. You can see that picture, the picture of a transformer. The picture of a transformer. Yes, this is a transformer, and the transformer is a device which is used to increase or decrease the voltage of an AC. It is used to increase or decrease the voltage of an AC without any change in its power. പവറിൽ മാറ്റമില്ലാതെ AC വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്ഫോമർ. ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏതാണ് പ്രിൻസിപ്പിള്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി വോൾട്ടേജ് ഓഫ് AC. AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. One is used to increase the voltage of AC, and the second one is used to decrease the AC voltage. So one is to increase the voltage of an AC and another one is used to decrease the voltage of an AC. അപ്പോൾ AC voltage കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ. അപ്പോൾ we can say it is of two type. രണ്ട് വിധത്തിലുണ്ട്. And what are they? ഏതൊക്കെയാണത്? So you can see the picture. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് അനദർ വൺ ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒന്നാമത്തേതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ടു ഇൻക്രീസ് ദി വോൾട്ടേജ് ഓഫ് എൻ AC, സ്റ്റെപ്പ് ഡൗൺ ടു ഡിക്രീസ് ദി വോൾട്ടേജ് ഓഫ് എൻ AC. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. എന്തൊക്കെ അതിന്റെ പാർട്സ് എന്ന് പറയുന്നത് നോക്കിയേ. There is a primary coil, secondary coil. അതേപോലെ തന്നെയാണ് എന്തിനുള്ളത്? സ്റ്റെപ്പ് ഡൗൺ ഉള്ളൂ. പ്രൈമറി കോയിൽ ഉണ്ട്, സെക്കൻഡറി കോയിൽ ഉണ്ട്. ഈ പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ കൊടുക്കുക. അപ്പോ ഇൻപുട്ട് പ്രൈമറിയെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നു. ദ സെക്കൻഡറി ഈസ് ഔട്ട്പുട്ട്. ഏതിലൂടെയാണോ നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. സോ സെക്കൻഡറി ഈസ് നോൺ ആസ് ദി ഔട്ട്പുട്ട്. അത് സ്റ്റെപ്പ് അപ്പിലും അങ്ങനെ തന്നെയാണ്, സ്റ്റെപ്പ് ഡൗണിലും അങ്ങനെ തന്നെയാണ്. പ്രൈമറി ഈസ് ഇൻപുട്ട് ആൻഡ് സെക്കൻഡറി ഈസ് ഔട്ട്പുട്ട്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in order to increase the voltage, here step down is decrease the voltage. Here the primary coil is also known as input. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതിലൂടെയാണോ കൊടുക്കുന്നതെങ്കിൽ അതാണ് ഇൻപുട്ട്. നമുക്ക് എന്തിലൂടെയാണോ കിട്ടുന്നതെങ്കിൽ, ദ പ്രോഡക്റ്റ് ഏതിലൂടെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് ഔട്ട്പുട്ട്. സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും പ്രൈമറി എന്ന് പറയുന്നത് ഇൻപുട്ടും സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. ഇവിടെ നോക്ക്, സെക്കൻഡറി ഔട്ട്പുട്ട്, പ്രൈമറി എന്താണ്? ഇൻപുട്ട്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ നോക്കിയേ. ഇൻ പ്രൈമറി ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് ലെസ്. ഇവിടെ ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് മോർ. അപ്പൊ സ്റ്റെപ്പ് അപ്പില് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയില് കുറവാണ്, എന്നാൽ സ്റ്റെപ്പ് ഡൗണില് നമ്പർ ഓഫ് ടേൺസ് എന്താണ്? കൂടുതലാണ്.
Here, number of turns in the secondary is more. Here, the number of turns in the secondary is less. എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കുറവെങ്കിൽ, അവിടെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഇവിടെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പൊ എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കുറവെങ്കിൽ thick wires are used. So in primary, thick wires is used. In primary, thin wires are used. In secondary, thin wires are used. In secondary, thick wires are used. അപ്പൊ ഇതാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസ്. Now, the EMF in one turn is taken as epsilon. ഒരു ടേണിന്, ഒരു ചുറ്റിലുള്ള EMF എന്ന് പറയുന്നത് എന്താണ്? It is taken as epsilon. എപ്സിലോൺ ആയിട്ട് എടുക്കുന്നു എങ്കിൽ the primary voltage or the primary voltage അല്ലെങ്കിൽ the EMF in the primary is Vp is equal to Np into epsilon, where epsilon is the EMF in one turn. ഒരു ചുറ്റിലെ EMF ആണെന്ത്? എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? Np into epsilon, where Np is the number of turns in primary. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണമാണെന്ത്? Np എന്ന് പറയുന്നത്. ഇനിയോ Vs is equal to secondary voltage is equal to Ns into epsilon, where Ns is the number of turns in the secondary. Number of turns in the secondary. അപ്പോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പ്രൈമറിയിലെ വോൾട്ടേജ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് മോർ, then Vp is also more. If the number of turns in the secondary is increasing, then the secondary voltage is also increasing. So we can say there is a relation between Vp, Np, Vs, Ns, where Vp is the primary voltage and Np is the number of turns in primary. So we can write Vs by Vp is equal to Ns by Np. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ആൻഡ് ദ ഇക്വേഷൻ ഈസ് Vs by Vp is equal to Ns by Np. Ns by Np. ഇനി നോക്കിയേ, ഇഫ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി ഈസ് Ip, പ്രൈമറി കറണ്ട്. അപ്പൊ പ്രൈമറിക്ക് നമുക്ക് വേറൊരു പേര് പറയാം, പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിക്ക് പറയുന്ന മറ്റൊരു പേരെന്താ? ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. പ്രൈമറി കറണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് കറണ്ട്. ആൻഡ് Is is the secondary current, that is the output current. Is is the secondary current, that is the output current. Now we can write another equation, that is, we have already studied that power is equal to voltage into current. Power is equal to voltage into current. Therefore, primary power is equal to primary voltage, that is Vp into Ip, primary current. And secondary power is equal to Vs into Is, where Vs is the secondary voltage and Is is the secondary current. Primary power എന്ന് പറയുന്നത് Vp into Ip and secondary power is equal to Vs into Is. But in the case of a transformer, ഒരു ട്രാൻസ്ഫോമറിൽ എന്താണുള്ളത്? Primary power is equal to secondary power. Primary power is equal to secondary power. So we can write Vp into Ip
അല്ലേ? പ്രൈമറി പവർ VP into IP is equal to secondary power VS into IS. VP into IP is equal to VS into IS. So we can write this equation as VS by VP is equal to IP by IS. Another equation, VS by VP is equal to IP by IS. That means here the secondary voltage, primary current, primary voltage, secondary current. So we can say in the case of a transformer, the current and voltage are inversely proportional. That means when in the primary coil the voltage is more, then the current is less. If in the secondary coil the voltage is less, that means the current is more. You got it? So we can write the equation VS by VP is equal to IP by IS. So all of you should understand that the voltage and the current of a transformer are inversely proportional. Okay. In the case of a step up and step down transformer, we can see in a step up transformer, the secondary voltage is greater than the primary voltage. But in the case of step down, the secondary voltage is less than the primary voltage. Here, voltage and current are inversely proportional. In the step up, the secondary current is less than primary current. Here, the secondary current is greater than the primary current. Now, NS by NP is greater than 1. NS by NP is less than 1. These are the factors in which the step up and step down transformer. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ 3 ഇക്വേഷൻസ് പഠിച്ചു. VS by VP is equal to NS by NP, VP into IP is equal to VS into IS, VP is equal to NP into epsilon, VS is equal to NS into epsilon. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറേ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. വാട്ട് ഈസ് എ മൈക്രോഫോൺ? I think all of you are familiar with mic. Mic കണ്ടിട്ടില്ലേ? That is microphone. You have already studied moving coil loudspeaker in the second chapter. അല്ലേ? മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. Now we are studying about moving coil microphone. Where moving coil microphone is a device which is working with the principle of electromagnetic induction. ഏതാ പ്രിൻസിപ്പിൾ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൽ എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നതെന്നുള്ള, അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. നോക്കിയേ, there is a diaphragm and the diaphragm is connected to a voice coil കാണുന്നുണ്ട്. And the voice coil is situated in a permanent magnet. That means the voice coil is situated in a magnetic field. അപ്പോൾ ഒരു ഡയഫ്രം ഉണ്ട്. ആ ഡയഫ്രവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആരെ? വോയിസ് കോയിൽ ഏതുമായിട്ടാണ്? എവിടെ നിൽക്കുന്നത്? ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ഉള്ളിലാണ്. Am I right? Now we are applying. എന്താ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ മുമ്പിൽ ഒരു മൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഹലോ. That means hello. Our sound waves പോവാണ്. നേരെ ചെന്നിട്ട് എവിടെ തട്ടുക? ഡയഫ്രം. Then the diaphragm starts to vibrate. ഡയഫ്രം എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് കോയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി.
അപ്പൊ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തു, അതുമായി കണക്ട് ചെയ്ത വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്തു. ഈ വോയിസ് കോയിൽ എവിടെ നിൽക്കുന്നത്? ഇൻ എ പെർമനന്റ് മാഗ്നറ്റ്, ദാറ്റ് മീൻസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കൊടുത്തിരിക്കുന്ന ശബ്ദത്തിനനുസരിച്ച്, സൗണ്ട് വേവിനനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ സാധനങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ സൗണ്ട് വേവിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് കിട്ടുന്നു. ദാറ്റ് മീൻസ് സൗണ്ട് എനർജി ഈസ് കൺവേർട്ടിങ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ അവിടെ എന്താ നടന്നത്? നമ്മൾ ഈ സൗണ്ട് വേവ്സ് കൊടുത്തപ്പോ ഇതൊക്കെ വൈബ്രേഷൻ നടന്നു. ദാറ്റ് മീൻസ് അവിടെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. അപ്പൊ അവിടെ എന്താ എനർജി ഉണ്ടാവുക? മെക്കാനിക്കൽ എനർജി. That mechanical energy is converting into electrical energy. So we can say a moving coil microphone is a device which is working with the principle of electromagnetic induction and convert mechanical energy into electrical energy. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്തായിരിക്കും? വളരെ ലോ പവർ, സ്ട്രെങ്ത് കുറഞ്ഞ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആ കിട്ടുക. ആ സ്ട്രെങ്ത് കുറഞ്ഞ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മൾ എങ്ങോട്ട് സെൻഡ് ചെയ്യും? വി ആർ അപ്ലൈയിങ് ടു എ ആംപ്ലിഫയർ. ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദ സിഗ്നൽ. ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന വീക്ക് സിഗ്നൽസിനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ആംപ്ലിഫയറിൽ എത്തിയിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യും. ആൻഡ് ദാറ്റ് സ്ട്രെങ്തൻഡ് signals are sent into a loudspeaker-ലേക്ക്, and that changes into the normal sound. അത് എന്തായിട്ട് പിന്നെ മാറുകയാണ്? നമ്മുടെ യഥാർത്ഥ ശബ്ദമായിട്ട് തിരിച്ചു വരുന്നു എന്നർത്ഥം. So these are the process that takes place in a moving coil microphone. So in this topic, in this class, we are discussed about transformers. Step up transformer, step down transformer. The differences between step up and step down transformers. Moving coil microphone, its working principle, etc. അപ്പോൾ നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യണം? ഈ ചാപ്റ്റേഴ്സിന്റെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വായിക്കണം. വീഡിയോസ് കാണുന്ന സമയത്ത് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. Okay, so stay tuned. Goodbye.